കോൺഗ്രസിലെ മുഖ്യമന്ത്രി ചർച്ചകളിൽ കടുത്ത അതൃപ്തിയിലാണ് കെ മുരളീധരൻ. മുഖ്യമന്ത്രി ചർച്ചയിലേക്ക് അനാവശ്യമായി പോയി ജനങ്ങളെ കൊണ്ട് പറയിപ്പിക്കരുത്. മുഖ്യമന്ത്രിയെ തിരഞ്ഞെടുക്കാൻ ഹൈക്കമാൻഡിന് ചില മാനദണ്ഡങ്ങൾ ഉണ്ടെന്നും മുരളീധരൻ ഓർമ്മിപ്പിച്ചു. അല്ല, അതൊക്കെ കോൺഗ്രസ് പാർട്ടി എടുക്കേണ്ട തീരുമാനമാണ്. അതുകൊണ്ട് ഞാൻ ഏകോശമായിട്ടുള്ള അഭിപ്രായങ്ങൾ ആരും പറയുന്നത് ശരിയല്ല എന്നുള്ള അഭിപ്രായക്കാരനാണ് ഞാൻ. മാത്രമല്ല, അങ്ങനെ ചർച്ചയിലേക്ക് പോകുന്നതിന് ശരിയല്ല. ജനം എന്ത് പറയും? ഇവരെ ഞങ്ങൾ വിശ്വസിച്ച് ജയിപ്പിച്ചിട്ട് ഇതാ തുടങ്ങി എന്ന് പറയുന്ന ഒരവസ്ഥ ആരും ഉണ്ടാക്കരുത്. അത്രേ പറയുന്നു. റോഷിപാലുണ്ട്. റോഷിപാൽ, മുഹമ്മദ് ഷിയാസ് തുടങ്ങി വെച്ചു, ലിജു അതിനെ എതിർത്തു. അതൊക്കെ ഇന്നലെ കണ്ടതാണ്. സോഷ്യൽ മീഡിയയിലടക്കം വലിയ തരത്തിലുള്ള പ്രചരണങ്ങളുണ്ട്. വി ഡി സതീശൻ, രമേശ് ചെന്നിത്തല, കെ സി വേണുഗോപാൽ, മുഖ്യമന്ത്രി മോഹികൾ ഒരുപാട് പേരാണ്. അപ്പോൾ ഇതൊന്നും ശരിയല്ല എന്നുള്ളതാണോ പൊതുവെ കെ മുരളീധരൻ പറയുന്നത്? ജനങ്ങളെ കൊണ്ട് പറയിപ്പിക്കരുത് എന്നൊരു ഉപദേശം കൂടി കൊടുത്തിട്ടുണ്ടല്ലോ അല്ലേ? അരുൺകുമാർ, നിയമസഭാ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞതിന് തൊട്ടു പിന്നാലെ തന്നെ സാമൂഹ്യ മാധ്യമത്തിൽ അവരവരുടെ നേതാക്കളെ ഉയർത്തി കാണിച്ചുകൊണ്ട് മുഖ്യമന്ത്രി പദത്തിലേക്കുള്ള ക്യാമ്പയിൻ തുടങ്ങിക്കഴിഞ്ഞു. ഈ ഒരു സാഹചര്യത്തിൽ കൂടിയാണ് കെ മുരളീധരന്റെ പ്രതികരണവും. ഇന്നലെ മുഹമ്മദ് ഷിയാസാണ് അത്തരമൊരു ചർച്ചയ്ക്ക് തുടക്കമിട്ടത്. എറണാകുളത്ത് നിന്ന് മുഖ്യമന്ത്രി എന്ന് പറയുമ്പോൾ അത് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനെ ഉദ്ദേശിച്ച് തന്നെയാണെന്ന് എല്ലാവർക്കും അറിയാം. മാത്രവുമല്ല, മുഹമ്മദ് ഷിയാസ് വി ഡി സതീശന്റെ വിശ്വസ്തൻ കൂടിയാണ്. അങ്ങനെ ഒരു അവകാശവാദം ഉയർത്തുമ്പോൾ, മുഖ്യമന്ത്രി സ്ഥാനത്തിനായി അവകാശവാദവുമായി രംഗത്ത് വരുമ്പോൾ തൊട്ടു പിന്നാലെ തന്നെ ആലപ്പുഴയിൽ നിന്നും എം ലിജു അതിനെ എതിർത്തുകൊണ്ട് രംഗത്ത് വരുന്ന സാഹചര്യമുണ്ട്. അത് തർക്കത്തിലേക്ക് പോകുമെന്ന ഒരു മുന്നറിയിപ്പ് കൂടിയാണ് കെ മുരളീധരന്റെ വാക്കുകൾ. മുൻ KPC അധ്യക്ഷൻ കൂടിയാണ്. ഏതായാലും അത്തരം ചർച്ചകൾക്ക് ഇപ്പോൾ പ്രസക്തിയില്ല എന്ന രീതിയിൽ ചില നേതാക്കളെങ്കിലും മാറി നിൽക്കുന്നുണ്ട്. ഇപ്പോൾ KC വേണുഗോപാൽ, രമേശ് ചെന്നിത്തല അടക്കം നേതാക്കൾ ഈ കാര്യത്തിൽ മൗനം തുടരുകയാണ്. അവർ ഇതിന്റെ പക്ഷം പിടിക്കാതെ ഇത്തരം ചർച്ചകൾക്ക് പിന്നാലെ പോകാതെ നിൽക്കുന്നു. അതേസമയം ചരടുവലികൾ കോൺഗ്രസിനകത്ത് സജീവമാണ്. മുഖ്യമന്ത്രി പദത്തിലേക്ക് 3 ആഴ്ച ഇനിയും സമയമുണ്ട് തെരഞ്ഞെടുപ്പ് ഫലം വരാൻ. കോൺഗ്രസ് നേതൃത്വം ഏതാണ്ട് 88 സീറ്റ് വരെ ലഭിക്കുമെന്ന കണക്ക് കൂട്ടൽ തന്നെയാണ്. അതുകൊണ്ട് തന്നെയാണ് ഈ ചർച്ചകൾ സജീവമാകുന്നത്. ഈ തവണ ആരാകും മുഖ്യമന്ത്രി എന്നതാണ് രാഷ്ട്രീയ കേരളം ആകാംക്ഷയോടെ കാത്തിരിക്കുന്നത്. UDF ആണോ LDF ആണോ വരുന്നത് എന്ന് അറിയണം. പക്ഷേ അതിനു മുമ്പ് തന്നെ UDFൽ കോൺഗ്രസിനകത്ത് സജീവ ചർച്ചയാകും. അത് പരസ്യ തർക്കത്തിലേക്ക് പോകുമോ എന്ന ഒരു ആശങ്ക കോൺഗ്രസിലെ നേതാക്കൾക്കൊക്കെയുണ്ട്. അതിനിടയിലാണ് കെ മുരളീധരന്റെ ഇത്തരമൊരു പ്രതികരണം വന്നിരിക്കുന്നത്. താങ്ക് യു. റോഷിയാണ് വിവരങ്ങൾ നൽകിയത്. കെ മുരളീധരൻ പറഞ്ഞുള്ളൂ, വെറുതെ പറയിപ്പിക്കരുത് കേട്ടാ എന്നുള്ളതാണ് പൊതുവെയുള്ള കോൺഗ്രസിലെ നേതാക്കൾക്കിടയിലൊക്കെയുള്ള ഒരു ചർച്ച. പക്ഷേ മുതിർന്ന ചില നേതാക്കൾ ഇതൊക്കെ ഒരു അവസരമാണ്, വരുന്ന ദിവസങ്ങൾക്കുള്ളിൽ വേണം ആ ഒരു മൂഡ് സെറ്റ് ചെയ്യാൻ. ആരാണ് ഈ തെരഞ്ഞെടുപ്പിന് ഈ വിജയത്തിന് ചുക്കാൻ പിടിച്ചത്? ആരാണ് ഈ പ്ലാൻ തയ്യാറാക്കിയത്? ആരാണ് ലീഡർ എന്നുള്ളതിലാണ് ഇപ്പോൾ ചർച്ച നടക്കുന്നത്. KC വേണുഗോപാൽ പറയുന്നു KCയുടെ തന്ത്രങ്ങളാണ് വിജയിച്ചത്. വി ഡി സതീശൻ പറയുന്നു, വി ഡി സതീശൻ്റെ ക്യാമ്പ് പറയുന്നു വി ഡി സതീശൻ്റെ കണക്കുകൂട്ടലുകളും വി ഡി സതീശൻ്റെ പോൾ മാനേജ്മെൻറ്റുമാണ് വിജയിച്ചത്. മറുഭാഗത്ത് രമേശ് ചെന്നിത്തലയുടെ പക്ഷത്ത് നിൽക്കുന്നവർ പറയുന്നു രമേശ് ചെന്നിത്തല കാണിച്ച പക്വതയും പാകുതയും വലിയ പൊട്ടിത്തെറികൾ ഉണ്ടാകാതിരിക്കാൻ വേണ്ടി രമേശ് ചെന്നിത്തല കാണിച്ച ഇടപെടലുകളും ജാഗ്രതയും ഗുണം ചെയ്തു എന്ന് പറയുന്നു. എന്തായാലും സമൂഹ മാധ്യമങ്ങളിൽ കൊണ്ടുപിടിച്ചുള്ള പ്രതികരണമുണ്ട്. ചില നേതാക്കളൊക്കെ തുറന്ന പ്രതികരണവുമായി വന്നു കഴിഞ്ഞു. അവരെ നോക്കി കെ മുരളീധരൻ പറയുന്നു, പറയിപ്പിക്കരുത് വോട്ടർമാരെ കൊണ്ട്.